കേരള രാഷ്ട്രീയം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് PM ശ്രീ പദ്ധതി. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യും. മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ CPM ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിൽ കടുത്ത വിയോജിപ്പാണ് CPIക്കുള്ളത്. വിവരങ്ങളുമായി ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങളുമായി ഇന്ന് രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, CPI ഭിന്നത തുടരുകയാണ് ഇപ്പോഴും ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. CPIയുടെ നിലപാട് ഇന്ന് 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ അതേ നിലപാട് ഉറച്ചുനിന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും ശക്തമായ നിലപാടുമായാണ് CPI രംഗത്തെത്തിയിരിക്കുന്നത്. CPM ഏകപക്ഷീയമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു എന്നാണ് CPI വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം സംബന്ധിച്ച് എതിർപ്പ് വ്യക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതിയുമായി പ്രധാനമന്ത്രിയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ നടപ്പാക്കില്ല എന്ന നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കുന്ന ഈ പദ്ധതി പ്രകാരം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതായി വരും എന്ന ഒരു നിലപാട് കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട എന്ന തീരുമാനത്തിൽ സംസ്ഥാന സർക്കാർ നേരത്തെ ഉണ്ടായിരുന്നത്. അത് നേരത്തെ മന്ത്രിസഭാ യോഗ തീരുമാനം അനുസരിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇക്കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ CPM മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. CPM മന്ത്രി ഇക്കാര്യത്തിനായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ വ്യക്തമാക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്ന ഒരു നിലപാടിലേക്ക് എത്തിയത്. കാരണം ഏകദേശം 1 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന് 1135 കോടിയോളം രൂപ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാനുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടുകളൊക്കെയും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഫണ്ട് നേടിയെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നാൽ CPI ഈ നിലപാടിനോട് യോജിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു യോജിച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. നേരത്തെ 30ഓളം സംസ്ഥാനങ്ങൾ ഒപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. അതിൽ നിന്ന് മാറി തമിഴ്നാടും കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്തിരുന്നത്. ആ ഒരു നിലപാടിൽ തന്നെ കേരളവും ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിലവിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള സഹായം കൂടി ലഭിക്കാത്ത ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ അക്കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കുകയും CPIയെ വിശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ CPIയുടെ വിശ്വാസം നേടിയെടുക്കുകയും വേണം. അക്കാര്യത്തിൽ വളരെ കടുത്ത നിലപാടിൽ തന്നെയാണ് CPI മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തർക്കം തുടരുമ്പോഴാണ് CPI തർക്കം തുടരുമ്പോഴാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യുന്നത്. CPI തങ്ങളുടെ നിലപാട് വിമർശനം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ കുടിശ്ശികയിൽ നിലപാട് കടുപ്പിച്ച് വിതരണക്കാർ. പ്രശ്നപരിഹാരത്തിന് ധനവകുപ്പിനോട് 250 കോടി രൂപ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. രജിത്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. രജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സമയം അവസാനിച്ചത്. സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട 3 മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയും ഒക്കെയാണ്. ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അടക്കമുള്ള ഉപകരണങ്ങളുടെ വിതരണം നടത്തുന്ന കമ്പനിക്കാരാണ് തങ്ങളുടെ നിലപാട് കടുപ്പിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടി അവർ നൽകിയിരുന്ന സമയം അവസാനിക്കുകയും ചെയ്തു. അവർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക പൂർണ്ണമായും നൽകാത്ത പക്ഷം സാധനങ്ങൾ തിരിച്ചെടുക്കും. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കം ആശുപത്രികൾക്ക് വിതരണം ചെയ്തിട്ടുള്ള സാധനങ്ങൾ തിരിച്ചെടുക്കുമെന്ന നിലപാട് അവർ നേരത്തെ മുതൽ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ അവർ നോട്ടീസ് അടക്കം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ വേണ്ട രീതിയിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നില്ല. ഇന്നലെയാണ് ഏറ്റവും അവസാനത്തെ സമയം
അവർ ഉച്ചയോടുകൂടിയാണ് നൽകിയിരുന്നത്. അതിനുശേഷവും ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക. ഏകദേശം 250ഓളം കോടി രൂപ ഇതിനോടകം തന്നെ ഈ വിതരണക്കാരുടെ കമ്പനികൾക്ക് നൽകാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ തന്നെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. ഇന്നലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും വിതരണക്കാരുടെ കമ്പനികൾ സാധനങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അടക്കം ഉള്ള സാധനങ്ങൾ അവർ തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ മറ്റ് കമ്പനികളിൽ നിന്നും ഇവയെ എത്തിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും അവയൊന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇക്കാര്യത്തിൽ സർക്കാർ ആരോഗ്യവകുപ്പ് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പിനോട് ഏകദേശം 250ഓളം കോടി രൂപ സഹായമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് ഏതെങ്കിലും തീരുമാനം ധനകാര്യ വകുപ്പ് ഇതുവരെയും അറിയിച്ചിട്ടില്ല. നിലവിൽ ഈ വിതരണക്കാരുടെ കമ്പനികൾ കർശന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ തന്നെ അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളടക്കം തിരികെ എടുക്കുന്ന നിലപാടിലേക്ക് കടക്കുകയും സാധനങ്ങൾ തിരികെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നടക്കമുള്ള സാധനങ്ങൾ അവർ തിരികെ എടുക്കും. കാരണം അത്തരമൊരു നിലപാടിലേക്ക് പോകുക എന്നത് തന്നെയാണ്. പൂർണ്ണമായും തുക ലഭിച്ചതിന് ശേഷം, തങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക തുക പൂർണ്ണമായും ലഭിച്ചതിന് ശേഷം മറ്റ് നിർത്തിവെക്കുന്ന നടപടികളിലേക്ക് പോയാൽ മതി എന്നാണ് കമ്പനിക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് തുക ആരോഗ്യവകുപ്പിൽ നിന്നും ഈ വിതരണക്കാരുടെ കമ്പനികൾക്ക് നൽകാനുണ്ട്. നേരത്തെ നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതുമൊക്കെയും ഡോക്ടർമാർ തന്നെ, വിവിധ വകുപ്പ് മേധാവികൾ തന്നെ പുറത്തു പറയുന്ന ഒരു സാഹചര്യം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിൽ ഇക്കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ തുകകളൊക്കെയും അടച്ച് ശസ്ത്രക്രിയ പൂർണ്ണമായും അല്ലെങ്കിൽ ശസ്ത്രക്രിയ തുടർച്ചയായി നടക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. വിതരണക്കാരുടെ കമ്പനികൾ ആവുന്നിടത്തോളം സഹകരിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇനി ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ആ സമയത്ത് മാത്രമാണ് ധനകാര്യ വകുപ്പിനോട് ഈ തുക അഭ്യർത്ഥിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വന്നിരിക്കുകയും ചെയ്തത്. ഇനി ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്. ഏകദേശം 250ഓളം കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ധനകാര്യ വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത്.